ചെറിയ കാരണം കൊണ്ട് എന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഗെയിം കളിക്കാൻ നോക്കുന്നതാണ്, അതൊക്കെ നല്ലതൊക്കെയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടിയും വളരെ ഡള്ളായിരുന്നു. അത് മിണ്ടാതിരിക്കുക ഒരു സുഖവാസത്തിന് വന്ന പോലൊരു എഫക്റ്റാണ് അൻസിയോട് പറഞ്ഞുണ്ടായത്. എനിക്ക് തോന്നിയത് ജിൻഡോ ബ്രോ ആണ്. കാരണം വന്നപ്പോൾ ഭയങ്കര സംഭവം ആക്റ്റീവും ഇതൊക്കെയായിരുന്നു. ഈ 24 മണിക്കൂറിനുള്ളിൽ ആളാകെ ഒരു അവസരമായി. പിന്നെ പറഞ്ഞാൽ അൻസിബയാണ്. അൻസിബ എന്താ ആക്റ്റീവ് അല്ല, കുറച്ചും കൂടി ആൾക്കാരുടെ ഇടയിൽ വന്ന് കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കാൻ, കുറച്ചും കൂടി റിയാക്ട് ചെയ്യാനുണ്ട്. അത് നല്ല രീതിയിൽ കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ അൻസിബയും ജിൻഡോയും. ഒന്നാമത്തെ ആളുടെ അൻസിബയാണ്. അൻസിബ നല്ല ആളെയാണ്, പക്ഷേ 2 ദിവസം കൊണ്ട് ഈ ഒരു ഹൗസിൽ പല കാര്യങ്ങളും തന്നെ ഒരു ഒപ്പീനിയൻ പറയുന്നതായിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അത് മാത്രമല്ല അൻസിബ പെട്ടെന്ന് ഒരു വൈകാരികമായിട്ട് പെട്ടെന്ന് തുറന്നു പോകുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒന്നാമത്തെ പേര് അൻസിബയാണ്, രണ്ടാമത്തെ പേര് ഇവിടെ ജിൻഡോ ബ്രോയാണ്. ജിൻഡോ ബ്രോ ജിൻഡോ ബ്രോ ഇതേപോലെ തന്നെ പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ഉയർന്നു വരുന്നതായിട്ട് എവിടെയും ജിൻഡോ ബ്രോയുടെ ഭാഗത്തുനിന്ന് ഞാൻ കാണുന്നില്ല. ഒരു പകുതി സമയത്ത് ജിൻഡോ ബ്രോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടാസ്കിലേക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. ജിൻഡോ ബ്രോ കുറച്ച് കാര്യങ്ങളോട് ഓപ്പണായിട്ട് സംസാരിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ അത് സംസാരിക്കാതിരുന്നത് കൊണ്ടാണ് ജിൻഡോ ബ്രോയ്ക്ക് ഇന്ന് ക്യാപ്റ്റൻ പോലും ആകാനായിട്ട് പറ്റാത്തത്. കാരണം ഒരു ഹാഫ് വേയിൽ ജിൻഡോ ബ്രോയുടെ കയ്യിൽ ഒരുപാട് ബോൾസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ അത് ഉപയോഗിക്കണമായിരുന്നു. ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ ഈ 2 പേരും അൻസിബ ആൻഡ് ജിൻഡോ ബ്രോ. ഒന്ന് സുരേഷ് സാറാണ്, അത്ര ആക്റ്റീവായിട്ട് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ ഒന്ന് അൻസിബ, സെയിം റീസണാണ്, ആക്റ്റീവ് അല്ലാത്ത പോലെ ഫീൽ ചെയ്തു. താങ്ക് യു. ഒന്ന് രശ്മിൻ ഭായ്, സെക്കൻഡ് വൺ നോറ. 2 പേരും ആക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. നോറ ഡിപ്പെൻഡബിൾ ആയിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പേരെ നോമിനേറ്റ് ആയിരുന്നു. എനിക്ക് ഇവിടെ കണ്ടിട്ട് ഒരു ആക്റ്റീവ് അല്ലാതെ തോന്നിയ ഒരാൾ ശരണ്യ ചേച്ചിയാണ്, പിന്നൊന്ന് ജിൻഡോ ചേട്ടനാണ്. ഇവർ 2 പേരും അത്ര ആക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. സോ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് എന്ന നിലയ്ക്ക് അവർ അത്യാവശ്യം ആക്റ്റീവായിട്ടും ഓരോ കാര്യത്തിന് സംസാരിക്കും, അഭിപ്രായം പറയുന്നതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. സോ അതുകൊണ്ട് അവർ 2 പേരാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വന്നിട്ട് രതീഷ് ഏട്ടൻ. അവർ വന്നിട്ട് സ്ട്രോങ് പ്ലെയർ ആൻഡ് ഓൾസോ ഓർഗാനിക്കാ ഫൈറ്റ് ചെയ്യാണ്ട് മനഃപൂർവ്വം വലിഞ്ഞു കയറി എല്ലാത്തിനും കയറുന്ന പോലെ ഉണ്ട്. അതുകൊണ്ട് രതീഷ് ഏട്ടൻ. പിന്നെ സുരേഷ് സർ, അവർക്ക് വന്നിട്ട് ഐ തിങ്ക് ഹോമിന് മിസ് ചെയ്യുന്നു തോന്നുന്നു. ആൻഡ് ഓൾസോ ഫോൺ ഇല്ലാന്ന് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. സോ ഐ തിങ്ക് ഹീസ് മിസ്സിങ് സംതിങ്. അതുകൊണ്ട് സുരേഷ് സർ. ഹൗസിൽ 3 വീക്കായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഈ നോമിനേഷൻ കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് ഈ വീക്ക് പെർഫോം ചെയ്യാൻ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ക്യാപ്റ്റൻ എന്ന രീതിയിൽ വളരെ സജീവമായി നിൽക്കും. സജീവമല്ലാതിരിക്കുക, തെറ്റിദ്ധരിപ്പിക്കൽ, വഴിമാറി നടക്കൽ, നിലപാടില്ലായ്മ, നിലവാരമില്ലായ്മ, മറ്റൊരാളുടെ വാലായിരിക്കൽ, അനാവശ്യ പ്രകോപനം എന്നീ കാരണങ്ങളാൽ അടുത്തയാഴ്ചയിലെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ 3 വോട്ടുകളുമായി ശരണ്യ ആനന്ദ്, 5 വോട്ടുകളുമായി നോറ, 5 വോട്ടുകളുമായി സിജു, വീണ്ടും 5 വോട്ടുകളുമായി അൻസിബ, 6 വോട്ടുകളുമായി ജിൻഡോ, 6 വോട്ടുകളുമായി രതീഷ് കുമാർ, 6 വോട്ടുകളുമായി സുരേഷ് മേനോൻ. ഒപ്പം പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്ത റോക്കി. നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും തിരിഞ്ഞു പോകാം.